മോൻ്റെ പേരെന്തോന്ന്? മോൻ്റെ പേരെന്തോന്ന്? എന്തോന്ന്? വാഴയോ? വാഴ കണ്ടോ? നല്ല വാഴയോ? ഇറങ്ങി എടുക്കാവോ? അപ്പോൾ എടുത്ത് ഇറക്കട്ടോ ഇല്ലേ? എടുത്തിറക്കട്ടോ? മോൻ്റെ പേരെന്താണ്? മോൻ്റെ പേരെന്താണ്? മോൻ്റെ പേര് പറ. മോൻ്റെ പേര് പറ. മോൻ്റെ പേര് പറയാൻ അറിഞ്ഞൂടായോ? അത് ആരോ ആരോണ്. മോൻ പഠിക്കുന്നോ? മോൻ പഠിക്കുന്നോ ഇല്ലെന്നോ? അതെ, താഴെ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ഇറങ്ങാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇറക്കാൻ. ഞാൻ ചോദിച്ചു ഇറക്കാൻ. ഇറങ്ങണോ മോന്? എന്നാ പാപ്പ എടുത്തിടാം. ഇങ്ങനെ ഇടട്ടെ. അല്ല ഇറങ്ങണ്ട, എടുത്തിടാം. അത് തന്നെ, അതാ മോന് പറ്റിയ സ്ഥലം. അത് കയറിയിരുന്നു. മോൻ്റെ അനിയത്തിയുടെ പേരെന്തോന്ന്? പേരുണ്ടോ? പാലെന്നാണോ പേര്? അനയിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തോ കൊടുക്കുന്ന ഇത്? സ്കൂടെ മറ്റേ ഇൻഷുറൻസ് വാങ്ങിച്ചു കൊടുക്കാൻ. എന്ത് ഇൻഷുറൻസ് നല്ലത്? ഇൻഷുർ പിന്നെ കുട്ടികൾക്കുള്ളതുണ്ട്. അതാകുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ അമേരിക്കൻ കമ്പനിയുടെ അത്. ബേബി ഫുഡ് കൊടുക്കാൻ നമ്മുടെ ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോഴേ തന്നെ കൂര കൊടുത്ത് പഠിപ്പിക്കണം, പേരയ്ക്ക കൊടുക്കണം, കപ്പയ്ക്ക കൊടുക്കണം, ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് കുടിച്ചോളും. നമുക്ക് പാലൊക്കെ ഉണ്ടോ കൊടുക്കാൻ? പാലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാല് കൊടുക്കണം. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ നല്ല ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ആ പാല് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുക്ക കുഞ്ഞിന് കിട്ടും. നമ്മളെന്താ ജോലി ചെയ്യുന്നത്? നമ്മളെവിടെ ജോലി ചെയ്യുന്നത്? എവിടെ? പിന്നെ വർക്ക് എന്തോ വർക്കാണ് ചെയ്യുന്നത്? അത് ശരി. അത് ശരി. ഹസ്ബൻഡിന് ജോലിയുണ്ടോ? പോകുന്നില്ല. പിന്നെ നമ്മളതുപോലെ വെയിറ്റൊക്കെ കുറയ്ക്കണം. കാരണം നമുക്ക് വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ഈ നടുവിനൊക്കെ വേദന ഉണ്ടാവും. നമ്മൾ കണ്ടില്ലേ? നടുവേദന ഉണ്ടാവും. കാര്യം നമ്മൾ പിന്നെ ഓട്ടോറിക്ഷയിൽ ഒരു മിനി ലോറി കയറ്റേണ്ട വെയിറ്റ് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ അത് വലിക്കും, പക്ഷേ അത് നിൽക്കും. അതുപോലെ നമ്മുടെ ബോഡി ഒരു മൂവിങ് വെഹിക്കിളാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ? അപ്പോൾ നമ്മളൊരു മൂവിങ് വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ ഓരോ വെയിറ്റ് കൂടുന്തോറും അത്രയും പ്രയാസം വരും. വെച്ചിരിക്കുന്നില്ല അനയാ കോളിനോസാണ്. അപ്പം എന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇൻഷുറൻസ് തന്നെ കൊടുക്കണം. പിന്നെ ഏറ്റവും നല്ലത് കൂര കൊടുക്കുന്നതാണ്. രാഗരി അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഫുഡിൻ്റെയും ലോകത്തെവിടെയും അവർ ചേർക്കെന്ന് പറഞ്ഞാൽ ഒരു 90% ഈ കൂരകമാണ്. റാഗിയാണ് അതിൻ്റെ ബേസ്. റാഗി കൊടുത്തിട്ട് പിന്നെ അഡീഷണലായിട്ട് വൈറ്റമിൻ ചേർക്കും. അത് നല്ല നാച്ചുറലായിട്ട് കൊടുത്താൽ പോരെ, പൈസ ഇല്ലാവോ? മറ്റേ ഒരെണ്ണത്തിന് 500 രൂപ കൂടുതൽ വരത്തില്ലേ? റാഗിക്ക് എന്തോന്ന് വിലയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ കുറവല്ലേ? പക്ഷെ നമുക്കിവിടെ ഒന്നും ചെയ്യുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്. പിന്നെ റാഗിക്ക് വലിയ കെമിക്കൽ വരില്ല. കാരണം ഇത് പെട്ടെന്ന് ഈൽഡിങ് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പിന്നെ അത് പ്രതിരോധ ശക്തി കൂടുതലുള്ളതാണ്. ഈ മറ്റ് സസ്യങ്ങളെപ്പോലെ ഇതിനകത്ത് ഈ കീടങ്ങളൊന്നും കയറത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളേ ഉള്ളൂ റാഗിക്ക്. പിന്നെ അതുപോലെ പേരയ്ക്ക് സിദ്ധ ഔഷധമാണ്. അതായത് നമ്മുടെ ഈ സായിപ്പന്മാരൊക്കെ യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ വരുന്നില്ലേ, അവർ പിന്നെ ആപ്പിൾ ഇത് കഴിക്കാനായിട്ടാണ് വരുന്നത്. നമ്മുടെ പേരയ്ക്ക കഴിക്കുക. ആർക്കും അറിയത്തില്ല. അവർ പറയുന്നത് ഇന്ത്യൻ ആപ്പിൾ എന്നാണ് പേരയ്ക്കായിക്ക് പറയുന്നത്. അവിടെ അവർക്ക് ആപ്പിളൊന്നുമില്ല. കാരണം യൂറോപ്പിൽ എവിടെയെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ ആപ്പിൾ? അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മരങ്ങളെല്ലാം നിൽക്കും. മാവ് പോലെ ഇരിക്കുമല്ല വറുത്ത് വെച്ച്. എന്നിട്ട് ഇതിന് മാങ്ങായ്ക്ക് വരും, ആപ്പിൾ വരുന്നു. അത് നമ്മൾ പുളിക്ക് മാങ്ങ ഒക്കെ ഉപയോഗിക്കത്തില്ലേ, അച്ചാറൊക്കെ ഉണ്ടാക്കും. അത് നമ്മൾ മാങ്ങ ഉണ്ടാകുന്ന എല്ലാ സാധനവും ഇത് വെച്ചുണ്ടാക്കും, ആപ്പിൾ വെച്ചുണ്ടാക്കും. നമ്മുടെ ഇവിടെയുണ്ട് കാശ്മീർ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും പറ്റുകയാണ്. പക്ഷേ ആരും ചെയ്യാറില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ആപ്പിളൊക്കെ വയ്ക്കുന്നുണ്ട്. ആപ്പിൾ മരങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. രാവിലെ എല്ലാം ഇതാണോ കൊടുക്കുന്നത് എപ്പോഴും? അല്ലല്ല, ഞാനത് പുറത്തോട്ട് ഇറങ്ങിയതുകൊണ്ട്. പാലുണ്ടെങ്കിൽ പാല് തന്നെ കൊടുക്കണം. ജോലിക്ക് പോകുന്നതിന് മുമ്പായാലും. എന്നിട്ട് മോൾ നല്ല വൃത്തിയായിട്ട് ഫുഡ് കഴിക്കണം. കൃത്യസമയത്തെല്ലാം ചെയ്യണം. രാവിലെ എണീക്കണം, യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സൂര്യ നമസ്കാരം അതുപോലെയുള്ള എക്സസൈസ് അത്യാവശ്യമാണ്. എക്സസൈസ് ഇല്ലെങ്കിൽ കുഴപ്പമാണ്. നമ്മുടെ ബോഡി എത്രയും മൂവ് ചെയ്യുക അത്രയും നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂവിങ് വെഹിക്കിളാണ് നമ്മൾ. പിന്നെ ടാറ്റ പറയാം. ടാറ്റയൊക്കെ പറയാൻ അറിയാം അല്ലേ?
എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇവരുടെ ഓർമ്മശക്തി ഉണ്ടല്ലോ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓർമ്മശക്തിയുണ്ട്. മറ്റേ ഒരു ഭക്ത പ്രഹ്ലാദൻ്റെയൊക്കെ സൗണ്ട് ചരിത്രം കേട്ടിട്ടില്ലേ? കുഞ്ഞകത്തായിരിക്കുമ്പോൾ തന്നെ അവർക്കിത് കേൾക്കാനും കാണാനെല്ലാം ശക്തിയുണ്ട്. പിന്നെ നമുക്ക് ടെൻഷൻ പാടില്ല. ടെൻഷൻ ഇല്ലാതാണ് എല്ലാ ഫുഡും നമുക്ക് കൊടുക്കണം. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പിന്നെ പാലും എടുത്തു കഴിഞ്ഞാൽ അവർക്കും അത്രയും ഹാപ്പിയാണ്. നമ്മുടെ അത്രയും ഹാപ്പിനെസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും ദോഷം കുഞ്ഞിന് ചെയ്യും. അതായത് തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, വറി എല്ലാം കുഞ്ഞിനും ഉണ്ടാവും. നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ബി ഹാപ്പി ആൾ ദ ടൈം. നമസ്കാരം. അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും പേരെന്ന് പറയാം. എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ആളുകൾക്ക് ഒരാവശ്യം എന്ന് പറയാം, ഇതിനകത്ത് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. നമുക്കിത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് യൂട്യൂബ് കാണാറുണ്ട്. നമുക്കൊരു ഇൻഫർമേഷൻ ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ അരമണിക്കൂർ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം തീരുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കണം. ഇതത് വേണ്ട. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ മുഖവര ഇല്ലാതെ ഞാൻ പറയാം. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഹാർട്ടാണ്. ഹാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ഇൻവെൻസീവ് ഇതാണ്. അതായത് ഒരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പിന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാം, പിന്നെ ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെയാക്കാം, ബൈപ്പാസ് സർജറി ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്കൊരു കാർഡിയോളജി ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെ ബൈപ്പാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം വരെ നമ്മൾ വളരെ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും എല്ലാം വരും. അതൊന്നും കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ അതിൻ്റെ 4-1 അല്ലെങ്കിൽ 3-1 ചിലവിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്. അത് യൂറോപ്പിലും അമേരിക്കയിൽ മാത്രമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ, ഇന്ത്യയിൽ വളരെ ചുരുക്കമായിട്ട് ചെയ്യാറുള്ളത്, കാർഡിയോളജി ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കുകയും എല്ലാം ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഇത് എൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 7 മണിക്ക് ശേഷം ഈവനിങ് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് പിന്നെ ഈ ചേർത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള 1-2 അനുഭവം, പ്രത്യേകിച്ച് ഒരനുഭവം ഞാൻ പ്രധാനമായിട്ട് പറയാം. അത് മറ്റാരുമല്ല, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ്, ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് കെ.ആർ. നാരായണൻ. അപ്പോൾ കെ.ആർ. നാരായണൻ സാറിനെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും വലിയ സ്കോളറായിട്ടുള്ള ഒരാൾ, വൺ ഓഫ് ദി, അല്ലെങ്കിൽ ഉള്ളിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം അറിവും കഴിവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വളരെ അടുപ്പത്തിലായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം അമേരിക്കയുടെ അംബാസഡറായിരുന്നു, പിന്നെ ചൈനയുടെ അംബാസഡറായിരുന്നു, അതുപോലെ പല രാജ്യങ്ങളുടെയും. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ലെക്ചറായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഈ IAS, അന്ന് ICS എന്നാണ് തോന്നുന്നു പറയുന്നത്, ഇന്ത്യൻ സിവിൽ സർവീസ്, അതിൽ പുള്ളി 1ാം റാങ്കോടുകൂടി പാസ്സായി. അദ്ദേഹത്തിൻ്റെ നമ്മൾ വ്യാജി പറയുന്നതല്ല, റിസർവേഷനൊന്നും കിട്ടിയതല്ല, പുള്ളിയുടെ കഴിവ് കൊണ്ട് മാത്രം. നമ്മൾ ഇത്രയും പറയുന്നത്, ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെയും ഞങ്ങൾ പല രാജ്യങ്ങളിൽ വെച്ച് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അമേരിക്കൻ അംബാസഡറായിരുന്നപ്പോഴത്തേക്ക് വളരെ അടുപ്പമായിരുന്നു. അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അദ്ദേഹത്തിന് നല്ല അറിവ് ഉള്ള ബോധവാനായിരുന്ന ഒരു ഇന്ത്യൻ പ്രസിഡൻ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു 75-ാമത്തെ വയസ്സിൽ ഹാർട്ട് ബ്ലോക്ക് വന്നു. അന്ന് അദ്ദേഹത്തിന് 3 ഹാർട്ട് ബ്ലോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അന്ന് ഇവിടെ ഇന്ത്യയിലാരും നല്ല ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഹോളിസ്റ്റിക് മെഡിക്കൽ അപ്രോച്ച് ഉള്ളതോ അല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ US-ൽ നടക്കുന്ന ഈ ഡെവലപ്പ് കൺട്രീസിലുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമ്മുടെ ഡോക്ടേഴ്സ് അത്ര അവൈലബിൾ ആയിരുന്നു. അത് ബൈപ്പാസ് സർജറി തന്നെയാണ് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്തത് മാത്രമല്ല, അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 3 to 5 അല്ലെങ്കിൽ 7 ഇയേഴ്സാണ് അതിൻ്റെ ഗ്യാരൻറ്റി. പക്ഷേ മനുഷ്യ ശരീരത്തിന് ഗ്യാരൻറ്റി ഒന്നുമില്ല, എന്നാലും ഒരു സോ കോൾഡ് ഗ്യാരൻറ്റി. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക്
അദ്ദേഹത്തിന് വീണ്ടും ഈ ബ്ലോക്ക് അനുഭവപ്പെട്ടു. ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. പുള്ളി വീണ്ടും ഒരു ആൻജിയോഗ്രാം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 5 ബ്ലോക്കുകളായിട്ട് വന്നിരിക്കുന്നു ആഫ്റ്റർ 5 ഇയേഴ്സ്. അപ്പോൾ പിന്നെ അവർ പിന്നെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇനി ഇപ്പോൾ നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റത്തില്ല, ഇനി വേറെ ഏതെങ്കിലും വഴി നോക്കണം. അപ്പോൾ അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലാണ് വന്നപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ അത് പിന്നെ രാഷ്ട്രപതി ഭവനിൽ തന്നെ അദ്ദേഹത്തിന് 5 പേഴ്സണൽ ഡോക്ടേഴ്സുണ്ട്. അതിൽ എല്ലാ സ്പെഷ്യലിസ്റ്റും വരും. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൗരനായത് പ്രഥമ പൗരനായതുകൊണ്ട് ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലിനിക്കിലൂടെ ട്രിവാൻഡ്രത്തുള്ള ക്ലിനിക്കിൽ ഇരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് അത് സാധാരണ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സാർ എന്താണ് സാർ വിളിക്കാൻ ഒരു കാര്യം? അത് ഡോക്ടറെ ചെറിയൊരു കാര്യമുണ്ട്. പറഞ്ഞ് സാർ പറയണം എന്താണ്? അത് ഞാനിങ്ങനെ അസ്വസ്ഥതയായിട്ട് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അത് അവർ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് 5 വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഡോക്ടറെ കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ട് പറ്റുമെന്ന് നോക്കാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറയാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ എൻ്റെ ലേസർ എക്യുപ്മെൻറ്റ്സ് ഇരിപ്പുണ്ട്, അത് കോടിക്കണക്കിന് വിലയുള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് നമുക്ക് എല്ലാം സാധിക്കുന്നത്. കാരണം ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. പക്ഷേ ആ ഒരു കാര്യം നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സിന് അവെയർ അല്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, കൂടുതൽ ഡോക്ടേഴ്സിനും. പിന്നെ അവരാരും ഇതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ട്രീറ്റ്മെൻറ്റായിട്ടുള്ള ലേസർ. അത് ഈ ബ്ലോക്കിന് മുമ്പ് ഉപയോഗിക്കാം, ബ്ലോക്ക് ഉള്ളപ്പോൾ ഉപയോഗിക്കാം, ബ്ലോക്ക് ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കാം, ബ്ലോക്ക് വരാതിരിക്കാൻ ഉപയോഗിക്കാം. ഒരു പ്രിവെൻറ്റീവ് മെഡിസിനായിട്ട് തന്നെ ഉപയോഗിക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദോഷവശവുമില്ല. ഇതേപ്പറ്റി നമ്മുടെ പ്രസിഡൻ്റ് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പറഞ്ഞ ഡോക്ടറെ ഞാനിപ്പോൾ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ പോലെയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഡോക്ടറിനെ ഒന്ന് കാണണം. ഞാൻ തീർച്ചയായിട്ടും കാണും. ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് ഒരുപാട് പേഷ്യൻസൊക്കെ ഉണ്ട്, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്ത യു നോ മൈ കണ്ടീഷൻ? ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ഡോക്ടറെ, ഞാൻ കംപ്ലീറ്റ് കിടന്നുകൊണ്ടാണ് ഈ പറയുന്നത്. എൻ്റെ ചുറ്റും ഒരു 10-20 ഡോക്ടർമാരുണ്ട്. അത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ മറ്റ് രാജ്യത്തെ എല്ലാ എക്സ്പെർട്ടും വന്നാണ്ട് 4 വർഷം നിൽപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇനി ഓൺ ദാറ്റ് ടൈം ഈസ് മോർ ദാൻ 82, 82 വയസ്സുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ബൈപ്പാസ് ചെയ്തു, ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം, ഞാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം 5 ദിവസമല്ല, ആസ് ഏർലി ആസ് പോസിബിൾ. പിറ്റേ ദിവസം തന്നെ ഞാനും നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള മാധവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആരുമില്ല, നമ്മുടെ ഈ പ്രസിഡൻറ്റുമാരും എല്ലാം പോകുന്ന ഒരു വലിയ പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി. എന്നിട്ട് അവിടെ പോകേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി. എന്നെ വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി. എന്നിട്ട് ഈ ലേസർ എക്യുപ്മെൻറ്റ്സുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കംപ്ലീറ്റ് ബെഡ് റിഡൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മറ്റ് ഡോക്ടേഴ്സ്, അതായത് നമുക്കൊരു സാധാരണ പൗരനെ പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പ്രോട്ടോക്കോളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡോക്ടേഴ്സ് നമ്മൾ കൺവിൻസ് ചെയ്യിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പിന്നെ പറഞ്ഞത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യു ഗോ ടു ദ വെബ്സൈറ്റ്. ഞാൻ പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, യൂണിവേഴ്സിറ്റി ഓഫ് ബഫല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് മയാമി, ഇതിൻ്റെയൊക്കെ സൈറ്റിൽ നിങ്ങൾക്കിത് കിട്ടും. ഇത് നോക്കിയിട്ട് ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് പ്രൊസീഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പ്രോട്ടോക്കോളൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, എന്നാൽ ഡോക്ടറെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാം അതാണ് എൻ്റെയും ധർമ്മം. അപ്പോൾ ഇനി അടുത്തത് ബ്ലോക്ക് എറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഇനി ആൻജിയോഗ്രാം കൊടുക്കാൻ പാടില്ല. കാരണം അവർ ആൾറെഡി ആൻജിയോഗ്രാം എടുത്തിട്ടാണല്ലോ പറഞ്ഞത്. ഇനി വീണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഡേഞ്ചറാണ്. അപ്പോൾ ആൻജിയോഗ്രാമിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ഇത് കേട്ടിരിക്കുന്നത് നല്ലതാണ്. ആൻജിയോഗ്രാം ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ആണത്. പക്ഷേ അതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി ഒന്നും നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല.
അതേസമയം ഇപ്പോൾ പിന്നെ ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ ഇപ്പോൾ ഇത് USA അവർ എല്ലാ കണ്ടീഷനും പറയും. അതുകൊണ്ടാണ് ഇതിന് കോംപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ് ആൻജിയോഗ്രാമിന് മുമ്പ് തന്നെ അവർ നമ്മുടെ സമ്മതപത്രം വാങ്ങിക്കും. അതായത് ഓക്സിജൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, രക്തം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പിന്നെ എമർജൻസി സർജറി ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഇത് സമ്മതപത്രം വാങ്ങിച്ചിട്ട് ആണ് അവർ ചെയ്യുന്നത്. കാരണം ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻസ് നല്ലൊരു ശതമാനം മരിക്കുന്നത് സാധാരണയാണ്. എല്ലാവരും മരിക്കണമെന്നില്ല. ഒരു 80-85% പിന്നെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻജിയോഗ്രാം കൊടുക്കുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഈ സമ്മതപത്രം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻസ് മരിക്കുന്നത് ഞാൻ ഇന്ത്യയിൽ, യൂറോപ്പിൽ, അമേരിക്കയിലും എല്ലാം കണ്ടിട്ടാണ് ഇതൊരു ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഹാർട്ട് സ്കാൻ എന്ന് പറയും. അതും മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് ഡെവലപ്മെൻറ്റാണ്. അത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 100 സെൻറ്റേഴ്സ് ഉണ്ട്. അന്ന് KR നാരായണൻ സാറിനെ നോക്കുന്നത് ഞാൻ 2002 അന്ന് ഈ ഫെസിലിറ്റി ഇല്ല. പിന്നെ ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയും ഇത് നമുക്ക് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് വേണ്ടിയിട്ട് തന്നെ ഒരു ഏകദേശം ഒരു 85 ലക്ഷം രൂപ വിലയുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് സ്വിറ്റ്സർലൻഡ് മേഡിൻ്റെ അവിടെ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ചു. അപ്പോൾ അന്ന് സ്ഥാപിച്ച് ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. KR നാരായണൻ സാറിന് വേണ്ടി മാത്രം സ്ഥാപിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് 5 ബ്ലോക്ക് കറക്റ്റാണ്, പമ്പിങ് വളരെ പൂറാണ്, പിന്നെ ഈസ് കംപ്ലീറ്റ്ലി ബെഡ്രിഡൻ, ഇതിൻ്റെ എല്ലാത്തുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു പ്രതിവിധിയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയും ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ലേസർ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞിട്ട് പിന്നെ മലയാളം പറയാം. It is absorbing the abnormal cells without harming the normal cells. At the same time, it is giving the energetic condition to normal cells. എന്ന് പറഞ്ഞാൽ ഈ ലേസർ ബീംസ് അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കളയുകയാണ്. ഡസൻ മാറ്റർ, ബ്ലോക്കായാലും ട്യൂമറായാലും ഇതിനെല്ലാം ഒരു 85-90% വരെയും വളരെ എഫക്റ്റീവാണ്. പിന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒരു WHO തന്നെ പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ 85% സർജറീസ് ആർ അൺവാണ്ടഡ്. അത് കറക്റ്റാണ്. പക്ഷെ അല്ലാതെ വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഉള്ളത് നമ്മുടെ ആളുകൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഡോക്ടർമാർ ഉപയോഗിക്കത്തില്ല. പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ താമസിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ നടത്തി ഞങ്ങൾ ഒരുമിച്ച് ഫുഡും കാര്യങ്ങളും എല്ലാം എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ പോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ അപ്രോച്ച് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് 2-3 കാര്യങ്ങൾ ഇതാണ്. നമ്മൾ പറയത്തില്ലേ നിറകുടം തുളുമ്പുകയില്ല. അതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണം നമ്മുടെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ തന്നെയായിരുന്നു KR നാരായണൻ. കാരണം നമ്മുടെ ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ അറിവിന് ഭയങ്കരമായിട്ടുള്ള അറിവാണ്. അത് ഒരു ഫീൽഡല്ല, എല്ലാ ഫീൽഡിലും അദ്ദേഹം അറിവാളിയായിരുന്നു. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ്. നമുക്ക് തന്നെ അതിശയം തോന്നും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലല്ല, റെസിഡൻസിയിലാണ് ചെന്നിട്ട്. ഓഫീസ് റെസിഡൻസി എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് മുറി വേറെ, അല്ലാത്തുള്ളതെല്ലാം നമ്മൾ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്താണ്, ഇഡ്ഡലി, ദോശ, ചമ്മന്തി അല്ലെങ്കിൽ ഇതുപോലുള്ള ലഘുഭക്ഷണം. ഉച്ചയ്ക്ക് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അതേ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളി ഒരു വലിയൊരു ഗണപതി ഭക്തനായിരുന്നു. രാവിലെ പുള്ളി എണീറ്റ് യോഗ അതുപോലെ എക്സസൈസൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ട് പൂജയൊക്കെ ചെയ്ത് ഗണപതിക്ക് മാലയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും. വളരെ ഹാപ്പി മാനായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറ് പതിവുണ്ട്, അങ്ങക്ക് മുണ്ടുടുക്കാൻ അറിയാമോന്ന്. അപ്പോൾ അദ്ദേഹം പറയും മുണ്ട് നമ്മളെല്ലാവരും ഉടുക്കുന്നതല്ലേ, മുണ്ടെടുക്കാൻ മാത്രമല്ല മുണ്ട് മുറുക്കി ഉടുക്കാനും അറിയാം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാനും അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അദ്ദേഹം ചെറിയൊരു കുടുംബത്തിൽ ജനിച്ചു, ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ബേസും ആ സിംപ്ലിസിറ്റിയും മാറിയിട്ടേയില്ല. അത് നമ്മുടെ രാജകൊട്ടാരത്തിലുള്ള ആളുകളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ ആയിരുന്നു.